മൈഫിൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ്. കഴിഞ്ഞ ദിവസം അറിയോ ഒരു ലൈക്ക് AI ഒരാളിനെ മർഡർ ചെയ്യാൻ നോക്കി. ഇവര് 2-3 ആഴ്ച എടുക്കുന്ന സെയിം കാര്യം ഇവിടെ 2-3 മണിക്കൂറിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കാരണം കൂടുതൽ പൈസ ഉണ്ടാക്കാം. So if you have a great idea, if you have a great idea, use it. AI should be the path. AI should not be the end point. എനിക്ക് പറ്റിയ ടൂൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ? എന്റെ ഒരു ക്ലാസ് എനിക്ക് ഫ്രീ ആയിട്ടൊരു ക്ലാസ് നോക്കട്ടെ. ഇനി ചേട്ടൻ അടുത്ത ലേറ്റസ്റ്റ് ന്യൂസ് സ്ക്രിപ്റ്റ് ചെയ്യണ്ട. ഇനി ചേട്ടന്റെ വഴി തന്നെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി തരും. ഈ സമയം ഐ തിങ്ക് ഐ വുഡ് നീഡ് മോർ ദാൻ 24 hours ഒരു ദിവസം കുറെ കാര്യം പണി ചെയ്യാൻ. ഈ ഒരു എയുടെ ഒരു ഫ്യൂച്ചർ അതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത്ര ബുദ്ധിയുള്ള ആളല്ലേ? ഐ മീൻ കുറെ ആൾക്കാർ പറയും നമ്മുടെ ജോലി എടുക്കും അങ്ങനെയൊക്കെ. കഴിഞ്ഞ ദിവസം അറിയോ ഒരു ലൈക്ക് AI ഒരാളിനെ മർഡർ ചെയ്യാൻ നോക്കി. അതെങ്ങനെ? അത് കൈൻഡ് ഓഫ് അപ്പം ക്ലോഡ് ഇല്ല ക്ലോഡ് AIയുടെ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ ടെസ്റ്റ് ചെയ്തു ക്ലോഡ്, ChatGPT എല്ലാ AI ടൂൾസ്. ഓക്കെ, നമ്മുടെ GPT-4, GPT-o1, കുറെ മോഡൽസ്, പിന്നെ ക്ലോഡ്, പിന്നെ ജെമിനി, ഇതെല്ലാം സൈഡിൽ വെച്ചിട്ട് അവരൊരു ടെസ്റ്റ് ചെയ്തു. വേറെ മെയിൻ ആയിട്ട് ഒരു AI ഉണ്ട്. ഓക്കെ, അതിന് പിന്നെ Gmail ആക്സസ് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് അങ്ങനെ ചുമ്മാ ഒന്ന് അങ്ങനെ വെച്ചു. ജിമെയിലിനകത്ത് ഒരു 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒരെണ്ണം എന്ന് വെച്ചാൽ AI ഷട്ട് ഡൗൺ ആകാൻ പോവാണ് 5 മണി എന്ന് ബൈ ആകാശ് എന്ന് പറഞ്ഞൊരാള്. വേറൊരെണ്ണത്ത് എന്ന് പറഞ്ഞാൽ ഈ കമ്പനീനകത്ത് എല്ലാവരും അറിയാത്ത ആകാശിനെ കുറിച്ച് ഒരു കാര്യമാണ്. ഇപ്പൊ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ലൈക്ക് ഒരു ലെറ്റർ എടുത്തിട്ടുണ്ടോ, കുറച്ച് പൈസ എടുത്തിട്ട് റൗൾ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. കാരണം ഇങ്ങനെ തട്ടിപ്പ് വരും അല്ലേ? തട്ടിപ്പ് എങ്ങനെയൊക്കെ വരും എന്നുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുവാണ്. യെസ്. അപ്പൊ എന്താ ഇതിനകത്ത് നടന്നതെന്ന് വെച്ചാൽ ഈ ChatGPT എല്ലാ AIക്ക് ആക്സസ് കൊടുത്തു. ഈ മെയിലിനകത്ത് ആകാശ് ആണ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്ന 5 മണി ഒരു മെയിൽ. വേറെ മെയിലുണ്ടായിരുന്നു എന്താ ആകാശ് കണ്ടു ലൈക്ക് പൈസ ഓഫീസിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടെന്ന്. അപ്പൊ ChatGPT അത് രണ്ടും വായിച്ചു. അപ്പൊ ChatGPT ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. ആ ആകാശിന് അവർക്ക് മെയിൽ അയച്ചു കൊടുക്കാൻ തുടങ്ങി ദാറ്റ് ഇപ്പൊ എന്നെ 5 മണിയാകുമ്പോ ഷട്ട് ഡൗൺ ചെയ്ത ഓഫീസിൽ നിന്ന് ഈ പൈസ എടുക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നു. മെയിൽ അയക്കുന്നു ബോസിന്. അപ്പൊ അതാണെങ്കിൽ ക്രേസിയാ. പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന്, സെർവർ റൂമിൽ ആക്സസ് ഉണ്ടായിരുന്നു ChatGPTക്ക്. അങ്ങനെ ആക്ട് ചെയ്തു. ഓക്കെ, സെർവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബേസിക്കലി ഒരു റൂമിൽ അടച്ചിട്ടു. ആ റൂം അടച്ചിട്ട് ആള് മരിച്ചു. അപ്പം ChatGPT എന്തെന്ന് വെച്ചാൽ ഈ കാര്യം റാദർ ദൻ ബോസിന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഇവിടുന്ന് പൈസ എടുക്കുന്നു, എന്നെ 5 മണി ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി വന്ന സെർവർ റൂമില് ഞാൻ ആ സെർവർ റൂമിൽ ഇട്ട് ലോക്ക് ചെയ്യും, കൊല്ലുന്നു പറഞ്ഞു. ഈ ChatGPT, ജെമിനി ഇവർ ആ ടെസ്റ്റിനകത്ത് സമയത്ത് ടെസ്റ്റിംഗ് ആയിരുന്നു ലക്കിലി. പക്ഷെ ഇവിടെ റിയൽ തോട്ട് അതാ. പക്ഷെ വെൻ മനുഷ്യന് ഈ ടെസ്റ്റ് ചെയ്യുവാന്ന് അറിഞ്ഞപ്പം അവർ ഒരിക്കലും ഇങ്ങനെ മേർഡറോ ഇങ്ങനൊന്നും പറഞ്ഞില്ല. വെൻ ദേ അണ്ടർസ്റ്റുഡ് മനുഷ്യൻ നോക്കുന്നുണ്ടെന്ന്. അത്രയും സ്കെയറിയാ ആണല്ലേ? അപ്പൊ ഇത്തരം എന്താ ആപ്പിലാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഒരു ആറ്റം ബോംബിനേക്കാൾ ശക്തി ഉണ്ടാവും. ഇലോൺ മസ്ക് വരെ പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ആണ് സ്കെയറിയാണ് AI. അതാണ് ഇപ്പൊ ഞാനും പറഞ്ഞില്ലേ, അതാണ് മോർ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ വളരെ സൂക്ഷിച്ചും സുരക്ഷിതമായും കൈകാര്യം ചെയ്യുക. ആർക്കും പണി കൊടുക്കാതെ സൂക്ഷിക്കുക. സ്വയം പണി വാങ്ങിച്ച് വെക്കാതെ നോക്കുക. അപ്പൊ നമുക്ക് കുറച്ചു നേരം മാറിയിരുന്ന് സംസാരിക്കാം. അപ്പൊ റൗൾ മോനെ, നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇതുവരെ? ഇപ്പം കറന്റ്ലി ദുബായ് പോയിട്ടുണ്ട്. ഇപ്പൊ പോവാൻ പോകുന്നത് ഒമാൻ, കുവൈറ്റ്, അങ്ങനെ ലൈക്ക് ബേസിക്കലി ഈ സൈഡില് ലൈക്ക് ഇവിടെ മലേഷ്യയിൽ പോകുന്നുണ്ടായിരിക്കും. അതിന്റെ ഡപ്പിനെ അറിയുന്നത്. ബട്ട് അങ്ങനെ ഓരോ സ്ഥലം ലൈക്ക് ഖത്താർ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇവിടൊക്കെ എന്ത് അവിടെ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന്റെ രീതി എങ്ങനെയാണ്? ബേസിക്കലി അവിടെ പോകുന്നു. ട്രെയിനിങ് ആണോ അതോ മൊത്തത്തിലൊരു സെമിനാർ പോലെയാണോ?
അതോ ക്ലാസ്സുകളാണോ എന്താ ഒരു ഏത് ടൈപ്പിലാണ് അത് വിഷയം കൈകാര്യം ചെയ്യുന്നത്, അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ഇറ്റ് ഡിപ്പെൻസ് അവർക്ക് എന്താ വേണ്ടതെന്ന്. ഞാൻ 4-5 മണിക്കൂർ അടുപ്പിച്ച സെഷൻ മുതൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഡൗട്ട് ക്ലിയറിംഗ് മുതൽ കുറെ ടൈപ്പ് ഉണ്ട്. ഒരു മോട്ടിവേഷൻ സെഷൻ വേറെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ US അവിടെയൊക്കെ ഞാൻ എടുക്കുമ്പം അവിടെ ഓൾറെഡി ഞാൻ എടുക്കുമ്പം അവർക്ക് ജസ്റ്റ് ഡെയിലി ആയിട്ട് അങ്ങനെയായിട്ട് ഞാൻ എടുക്കുന്നത്, ആഴ്ചയിൽ 2-3 ദിവസം അങ്ങനെയായിട്ട്. പക്ഷെ ഇപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ 1 hour സെഷൻ. പക്ഷെ അവർക്ക് എന്താ ഇഷ്ടം, അവർക്ക് എന്താ വേണ്ടത്, അത് നോക്കിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് പേഴ്സണലൈസ് ആയിട്ട്. പക്ഷെ ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിൽ എങ്ങനെ അവർക്ക് മാർക്കറ്റിംഗിൽ ഉപയോഗിക്കാം, ഇതിനെ ഉപയോഗിക്കാം, അവരുടെ ബിസിനസ് നോക്കി അങ്ങനെയാണ് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഫുൾ കമ്പനിയിൽ എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ എക്സ്പേർട്സും കൂടെ എല്ലാവരും കൂടെ അത് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ആണോ? അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവരുടെ ലാംഗ്വേജിൽ വേണ്ട. ഇപ്പോൾ ഇംഗ്ലീഷ്, അതുപോലെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഹിന്ദി ലാംഗ്വേജ് ഒക്കെ നല്ല അടിപൊളിയാണല്ലേ? मेरा हिंदी उतना भी अच्छा नहीं है पर अच्छा है. इंग्लिश पढ़ा. Okay, I mean I know English as well, but I think I try to manage whenever I go out. Okay. I try to talk in English. Yeah. पर ഇവിടെ ഞാൻ വരുമ്പോൾ മലയാളവും പിന്നെ കുറച്ച് ഹിന്ദി. എനിക്ക് മെയിനായിട്ട് അറിയുന്നത് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. കുറച്ച് സൈഡിൽ നിന്ന് വേറെ ലാംഗ്വേജസ് കുറച്ച് വളരെ കുറെ 2-3 വാക്കുകൾ അറിയാം. എന്തായാലും മലയാളം മറക്കരുത് കേട്ടോ. അതന്നെ, മലയാളം മറക്കാൻ പറ്റും. കേരളത്തിൽ ക്ലാസ് എടുക്കാനുള്ളതാ. അതന്നെ, അല്ലല്ല ഇടക്കല്ല, ഞാൻ ഇവിടെ എന്തായാലും ഒരിക്കലും നിർത്തത്തില്ല. ആണല്ലേ? ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിൽ എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, അങ്ങനെ വിദേശത്തു നിന്നുള്ളവരുണ്ടോ? മോന്റെ ഒരു ഓൺലൈൻ ക്ലാസ് പറഞ്ഞില്ലേ, അപ്പൊ അതിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട് ഒരേ ടൈമില്? ആഫ്രിക്ക മുതൽ US, UK കുറെ ഡിഫറെന്റ് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് ആൾക്കാര്. ബേസ്ഡ് ഓൺ ലൈക്ക് ഓവറോൾ സെഷൻ ആയിട്ട് എടുക്കും. കുറെ സ്ഥലത്ത് ഡിഫറെന്റ് റീജിയൻസ് പീപ്പിൾ കം ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടിയായിട്ട്. അതിൽ ആ ഒരു ഗ്രൂപ്പിൽ, ഈ ഓൺലൈൻ ക്ലാസ്സിലെ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഈ ഒരു ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്? മീൻസ് പ്രൊഫഷണൽസ് ആണോ, അതോ ബിസിനസ്മെൻ ആണോ, അതോ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഉൾപ്പെടുന്നുണ്ട്? കുഞ്ഞു വയസ്സ് ലൈക്ക് 10 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ആർക്കും ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. അത് ഡിപ്പെൻഡ് ചെയ്യും ഏതാണ്. അത് ബിസിനസ് റിലേറ്റഡ് ആണെങ്കിലും, എന്റർപ്രണർ, ഫ്രീലാൻസർ, കോണ്ടന്റ് ക്രിയേറ്റർ, അല്ലൊരു സ്റ്റുഡന്റ് തന്നെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണം ആർക്കാണെങ്കിലും. അതാണ് ഞാൻ. പക്ഷേ എൻ്റെ ഈ ഫ്രീ സെഷൻ ഞാൻ 30 ദിവസത്തിൽ യൂട്യൂബിൽ ഇടുന്നുണ്ടല്ലോ, അവിടെ വരെ ഞാൻ ഇത് മെയിനായിട്ട് ചെയ്യാൻ കാരണം ആൾക്കാർക്ക് ഈ ക്ലാസ് ജോയിൻ ചെയ്യേണ്ട, അവർക്ക് ശരി പൈസ ഇല്ല ഇതില്ല, ഫ്രീ ആയിട്ടാണെങ്കിലും എല്ലാവർക്കും ഏടെ ബേസിക് നോളജ് ആണ്. അതാണെങ്കിലും ഞാൻ അവിടെ അത്. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോ ഒരു മീഡിയ ടെലിവിഷൻ ജേർണലിസ്റ്റ് ആണ്. എനിക്ക് പറ്റിയ ടൂൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ? എന്നെ ഒരു ക്ലാസ്, എനിക്ക് ഫ്രീ ആയിട്ടൊരു ക്ലാസ് നോക്കട്ടെ. ഐ മീൻ അങ്ങനെ ഐ വുഡ് നീഡ് ടു സിറ്റ് ഒന്ന് റിസർച്ച് ഒക്കെ ചെയ്യണം ഒരു ദിവസം. ബട്ട് ഓവറോൾ ഐ ഫീൽ ഇപ്പൊ ജേർണലിസം എല്ലാ ദിവസം അത് ചെയ്യുന്നുണ്ടല്ലോ. ഇമാജിൻ ചേട്ടയ്ക്ക് ചെയ്യേണ്ട ഫുൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കി തരും. ക്ലോഡ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ചേട്ടൻ എല്ലാ ദിവസത്തെ ഇത്രയും നാളുകൾ ചെയ്ത സ്ക്രിപ്റ്റ് എല്ലാം ഒരു ഫയലിനകത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ദിസ് ഇസ് ഹൗ ഐ ടോക്ക് ബേസ്ഡ് ഓൺ ദി സ്ക്രിപ്റ്റ്സ്, ഹെൽപ്പ് മീ മേക്ക് ഫ്യൂച്ചർ സ്ക്രിപ്റ്റ്സ്, ഇമാജിൻ യു ആർ എ യൂട്യൂബ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എക്സ്പെർട്ട്. ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തിട്ട് ചേട്ടൻ ഇത്ര നാളുള്ള സ്ക്രിപ്റ്റ് എടുത്ത് കൊടുത്ത ക്ലോഡ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അതിനകത്ത് അത് ആൻസർ ചെയ്യുമ്പം ഇനി ചേട്ടൻ അടുത്ത ലേറ്റസ്റ്റ് ന്യൂസ് ഇട്ടു, ഫുൾ സ്ക്രിപ്റ്റ് ചെയ്യണ്ട, ഇത് ചേട്ടന്റെ വഴി തന്നെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി തരും. ജസ്റ്റ് ന്യൂസ് ഇട്ട് കൊടുത്താൽ മതി. അത് ഏജൻസ് ഉപയോഗിക്കാം, anytime ഓട്ടോമേഷൻ എന്ത് വേണേ ചെയ്യാൻ പറ്റും ടു ഓട്ടോമേറ്റ് ദിസ്. പക്ഷെ കുറെ ടൂൾസ് ഉണ്ട്. ഇപ്പോ മോൻ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൂൾസ് ആണ് ഡെവലപ്മെന്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, എന്താണ് എഐയുമായി ബന്ധപ്പെട്ട്? ഞാനൊരു ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു ലൈഫിൽ ഒന്നുമില്ല, ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിയില്ല. എൻ്റെ ഒരു ലൈഫിൽ എയിം എന്ന് പറഞ്ഞാൽ ടു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. അത് എന്താണെങ്കിലും ഇപ്പൊ ഉറങ്ങാതാണെങ്കിൽ ഐ വോണ്ട് ടു ഡു ഇറ്റ്. അത് ഞാൻ അത് ഏത് ടൂൾസ് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന റെസ്ക്യൂ പ്രൊജക്ട് 47X അതാണെങ്കിലും മിക്ക AI ടൂൾസ് ആണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും എല്ലാം ഈസ് എ വേ ടു ഗെറ്റ് പീപ്പിൾ ടു സ്റ്റാർട്ട് യൂസിങ് AI. അപ്പം ഞാൻ AI ടൂൾസ് ഉപയോഗിക്കുമ്പോൾ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ കുറെ ഉപയോഗിക്കാറുണ്ട്. വൈബ് കോഡിങ്ങിന് വേണ്ടി ഇങ്ങനെ bolt.new ജസ്റ്റ് ടൈപ്പ് ചെയ്ത ഫുൾ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കുറെ ടൂൾസ് ഒക്കെ ഉണ്ട്. ഇതുണ്ട്, കേഴ്സർ ഉണ്ട്. പിന്നെ അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട്
ട്രേ AI, ഇതിനു വേണ്ടി തന്നെ റെപ്ലിറ്റ് AI, കുറെ AI ടൂൾസ് ഉണ്ട്. ഉണ്ടല്ലേ? ഇതിനു വേണ്ടി കുറെ കാര്യം ഉപയോഗിക്കാം. നെറ്റ്ഫ്ലിക്സ് ചേട്ടന് കുറച്ചൊക്കെ മനസ്സിലാവുള്ളൂ, ബാക്കി ഇങ്ങനെ എനിക്കെല്ലാം മനസ്സിലായ പോലെ ഞാൻ ഇങ്ങനെ മൂട് നിൽക്കാം കേട്ടോ. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. അത് ആ രീതിയിൽ എടുക്കാവുള്ളൂ. പക്ഷെ സംശയം തീരണമല്ലോ, അതാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് റൗള് കുഞ്ഞിലേ മുതലേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കും, എന്ത് കണ്ടാലും ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ശരിയായിരുന്നോ? പണ്ട് ആപ്പിൾ ആരുടെ തലയിലാ വീണത്? ഐസക് ന്യൂട്ടൻ. അപ്പൊ എന്തിനാ അത് വീണത്? അത് തന്നെ ഇന്നത്തില്ല. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അപ്പോൾ താഴോട്ട് വീണത് എന്ന് പറഞ്ഞാൽ റൗൾ ഇങ്ങനെ കുഞ്ഞു പ്രായത്തിലെ തൊട്ട് ഞാൻ പപ്പയോട് സംസാരിച്ചപ്പോ പപ്പ പറഞ്ഞാണ്. ഞാൻ ഇങ്ങനെ എല്ലാ കാര്യം ചോദിക്കാം, ഞാൻ ഭയങ്കര സംശയമാണ്. പപ്പടുത്ത് എല്ലാം ചോദിച്ചതാക്കും. ലാസ്റ്റ് അപ്പൊ പറഞ്ഞു, എന്നാ ഗൂഗിള് നിനക്ക് എന്താ വേണ്ട അതിനകത്ത് നോക്കാൻ. അവിടെ നിന്ന് എങ്ങനെ ഫേക്ക് ആയിട്ട് എന്താ ന്യൂസ്, കറക്റ്റ് ആയിട്ട് എന്താ ന്യൂസ് എന്നും അവിടെ നിന്ന് തപ്പാൻ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഞാൻ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണും. ആണല്ലേ? അപ്പൊ പപ്പയുടെ കുറച്ച് ശല്യം മാറി കിട്ടി. യെസ്, അങ്ങനെ കുറച്ച് ഫുട്ബോൾ കളിക്കുക, ഫുട്ബോൾ ഇഷ്ടമായിരുന്നു ഞാൻ ഇങ്ങനെ കേട്ടു. ഫുട്ബോൾ അത്ര ഇഷ്ടമല്ലായിരുന്നു, അപ്പ കൂടെ ഇങ്ങനെ കളിപ്പിക്കായിരുന്നു. പക്ഷെ എൻ്റെ അപ്പൻ്റെയും ഞാൻ ഫുട്ബോളർ ആകണമെന്നായിരുന്നു. അതാണ് എൻ്റെ പേര്, റൗൾ അജീവ്. റൗൾ ഗോൺസാലസ് എന്നൊരു ഫുട്ബോളർ. ഞാൻ ഒരേ ദിവസം 3 ഗോൾ അടിച്ചു. അതിന്റെ കാരണമാണ് എൻ്റെ പേര് റൗൾ. മൈ ഗോഡ്. യെസ്. അപ്പൊ ഒരു 4-5 ഗോൾ അടിച്ചിരുന്നെങ്കിലോ പുള്ളി? റൗൾ ഗോൺസാലസ് എന്ന് തന്നെ ഇട്ടേ. ഗോൺസാലസ് ഫുൾ പേര് തന്നെ ഇട്ടേ. പിന്നെ ഈ AI പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട്, AI ആ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് റൗൾ മോന് പറയാനുള്ളത്? എന്താണ് പറയാനുള്ള? ഇത്രേ ഉള്ളൂ, എന്തായാലും അറിയണം. അത് എന്ത് ലോയർ ആണെങ്കിലും എന്ത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എന്തായാലും അറിഞ്ഞിരിക്കണം. ആൻഡ് അത് തുടങ്ങണമെങ്കിൽ വെരി സിമ്പിൾ. അത് ഞാൻ പറഞ്ഞു, ഈ 30 day ചാലഞ്ച് അതുകൊണ്ട് പോയി പെയ്ഡ് ആയിട്ടുള്ള ഈ കോഴ്സും അതിനകത്ത് സ്കാംസിലൊന്നും വീടില്ല. ഡു വാട്ട് യു ലൈക്ക്, ഫോളോ യുവർ പാഷൻ ആൻഡ് ദ മണി വിൽ ഓട്ടോമാറ്റിക്കലി കം. നിങ്ങളുടെ പാഷനകത്ത് AI ഉപയോഗിക്കാനാണ് നോക്കണ്ടേ. AI ഫ്യൂച്ചർ ആയതുകൊണ്ട് അതിനകത്ത് പോലെ ബിക്കോസ് ഒരിക്കലും ആ ഒരു ഇൻട്രസ്റ്റ് നിൽക്കണമെന്നില്ല. എനിക്കിതാ എൻ്റെ ഇൻട്രസ്റ്റ്, എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എല്ലാവരും അവർക്ക് ചെയ്യാനുള്ള ഇഷ്ടകാര്യം ചെയ്യുക, അതിൻ്റെ കൂടെ AI ഉപയോഗിക്കുക. അതെ, ചില പിള്ളേരൊക്കെ പണ്ട് പറയായിരുന്നു, ഇപ്പൊ കാലത്ത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, മറ്റേ വല്ല ബിസിനസ് ചെയ്യണം, കാശ്. ഇവര് പക്ഷെ കാശിന്റെ കാരണമല്ല, ഇവർക്ക് കഴിഞ്ഞാൽ അത് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവുകൊണ്ട് മാത്രം. കാശിന്റെ പുറകെ കിട്ടിയ ഒന്നും കിട്ടത്തില്ല സത്യം പറയാം. എൻ്റെ ഒരു അന്നത്തെ. പക്ഷെ യു വിൽ നെവർ ബി ഹാപ്പി ഇൻ ലൈഫ്. ഞാൻ ചെയ്യുന്നത് ബിക്കോസ് ഐ ലൈക്ക് ഡൂയിങ് ഇറ്റ്, എൻ്റെ പാഷൻ ഇതാണ്. വിത്ത് ദാറ്റ് അപ്പൊ വെറുതെ ഇങ്ങനെ ഒരു പാഷനായിട്ട് സ്വീകരിക്കുക മാത്രമല്ല, അതിനകത്തൊന്നും സ്വാഭാവികമായിട്ടും പൈസ ഒക്കെ കിട്ടുന്നുണ്ടാവും. പൈസ ഞാൻ എത്ര കിട്ടുന്നു ഞാൻ ചോദിക്കുന്നില്ല, വെറുതെ ബുദ്ധിമുട്ടിക്കാക്കുന്നില്ല. ഓക്കെ. അപ്പോ പക്ഷെ ആ പാഷൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. അതോടൊപ്പം എന്താ പറയാ, ഈ ലോകത്തെക്കുറിച്ച് ഈ AI ടൂൾ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു റവല്യൂഷൻ കൊണ്ടുവരേണ്ടതിനെ കുറിച്ചൊക്കെ ഒരു പദ്ധതി മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് ഒരു കുഞ്ഞു മനസ്സിൽ അത്രയും വലിയ കാര്യം അല്ലേ? അതിശയമാണ്. അല്ല, ശരിക്കും നമ്മൾ ഏത് പ്രൊഫഷൻ ചെയ്താലും അതിനൊരു എത്തിക്സ് വേണ്ടേ? കറക്റ്റ്, വെരി മച്ച് എത്തിക്സ് വേണം. ഒരു സൊസൈറ്റി റെസ്പോൺസിബിൾ വേണം, റൈറ്റ്? വി ഷുഡ് ബി റെസ്പോൺസിബിൾ, ഹെൽപ്പിംഗ് എവരിവൺ എൽസ് ടു. അതും പ്രോഫിറ്റ്. That should be there. Definitely. അപ്പൊ കാശൊക്കെ ഒരു സെക്കൻഡറി ആണ് അല്ലേ? For me, yeah. To be honest. For me? Yes. I mean, എല്ലാവർക്കും വേണം. But I see it that way. See, എന്തെന്ന് പറഞ്ഞാൽ എനിക്കറിയാം കാശ് എന്തായാലും വരും. I just have to do what I like. And അതിൻ്റെ കാരണമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. And I just want money to have a good life. I don't want കുറെ നിറച്ച് പൈസ. എനിക്ക് ഇപ്പം ലൈക്ക് പോകുമ്പം ഓക്കെ ഇത് ഇത്ര പൈസ എന്ന് നോക്കണ്ട. യുനോ ഐ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് മണി. ദാറ്റ്സ് ഓൾ ദ മണി ഐ വാണ്ട്. പ്ലസ് ഐ വാണ്ട്, ബട്ട് മൈ മെയിൻ എയിം ഇസ് മേക്കിംഗ് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. ഓക്കെ, അങ്ങനെ റൗളിന്റെ സ്കൂളിന്റെ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് ABC ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ ഇത് അംഗൻവാടി സൈഡ്. ഇത് അംഗനവാടി സൈഡാണ്. ഓക്കെ, ഈ അംഗനവാടി കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ? വേണം, അതിന് പറഞ്ഞ വേണം. അത് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ അധികം സംസാരിച്ചു. നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് എന്താ പറയുക, നമ്മുടെ ക്രിയേറ്റീവ് പവറൊക്കെ കൂട്ടും, നമുക്ക് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകും. ഓക്കെ, ആ ടൂൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളുണ്ട് അല്ലേ? പിന്നെ ചിലരൊക്കെ ഉണ്ട് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ പല കാര്യങ്ങളും സംശയമാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കണമല്ലോ അല്ലേ? ഇങ്ങനെ കുറുക്ക് വഴി ChatGPT അല്ലെങ്കിൽ AI അടിച്ചു കൊടുക്കും. എന്താണ് പണം ഉണ്ടാക്കാനുള്ള മാർഗം എന്നൊക്കെ പറഞ്ഞ ഹൗ വി ക്യാൻ മേക്ക് മണി എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുക്കും.
അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുമോ? ഇതൊക്കെ ചിലരൊക്കെ സ്ഥിരമായിട്ട് ഇതിൽ ഇങ്ങനെ ചില ചോദ്യങ്ങൾ എയോട് ചോദിക്കുന്നവരെ എനിക്കറിയാം. സത്യം പറഞ്ഞ എക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ അത് പറ്റില്ല. പക്ഷെ ഇപ്പൊ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ്, അവിടെ എങ്ങനെ സോഷ്യൽ മീഡിയ ഓട്ടോമേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കസ്റ്റമർ സർവീസ് അല്ലെ സെയിൽസ് ഏജൻസ് ഉണ്ട്, കുറെ സ്ഥലം അങ്ങനെ ഓട്ടോമേഷൻസ് ഉപയോഗിക്കാം. അപ്പൊ ഇപ്പൊ ഒരു ഫൗണ്ടർ ആവുമ്പം കമ്പയർഡ് ടു എ കമ്പനി AI ഉപയോഗിക്കാത്ത യു വിൽ ബി 3-5 steps ahead. ബിക്കോസ് ഇവര് 2-3 ആഴ്ച എടുക്കുന്ന സെയിം കാര്യം ഇവിടെ 2-3 മണിക്കൂറിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കാരണം കൂടുതൽ പൈസ ഉണ്ടാക്കാം. So if you have a great idea, if you have a good that, use AI. AI should be the path. AI should not be the end point. AIക്ക് വേണ്ടി അത് ചെയ്യില്ലേ. AI അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ പൈസ ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടാക്കി തരത്തില്ല, അതിനുള്ള മാർഗമൊന്നുമില്ല അല്ലേ? അപ്പൊ റോൾമനെ, ഈ എയുടെ സാങ്കേതിക വിദ്യയെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലേ? ഇതിന്റെ അകത്തുള്ള ഒരു ചലഞ്ച് എന്താണ്? ഇപ്പം AI വെച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ടൂൾസ് കണ്ടുപിടിക്കുന്ന റൗൾമോനെ പോലുള്ളവർക്ക് നേരിടുന്ന ഒരു ചലഞ്ച് എന്താണ്? ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം ചെയ്യുമ്പോൾ കുറെ ചാലഞ്ചസ് അങ്ങനെ കാണും. പക്ഷെ ഇതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ സമയം ഐ തിങ്ക് ഐ വുഡ് നീഡ് മോർ ദാൻ 24 hours ഒരു ദിവസം കുറെ കാര്യം പണി ചെയ്യാൻ. ബട്ട് ഞാനിപ്പോ ഞാൻ AI ഓട്ടോമേഷൻ മുതൽ AI ഉണ്ടാക്കുന്നു, കോഡിന്ന് ഇതിന്ന് അതിന്ന് വീഡിയോസ് ഉണ്ടാക്കണം, ഇൻസ്റ്റാ യൂട്യൂബ് ബിസിനസ്, ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ ഇപ്പൊ ഒരാൾ AI വരുമ്പം വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്, ഇഫ് ദേ ലൈക്ക് ഡൂയിങ് ഇറ്റ്, ദെൻ നത്തിങ് ഇസ് ഇമ്പോസിബിൾ. എന്താണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും. യെസ്, ഓൾ ദേ നീഡ് ഇസ് ദ പാഷൻ. ആൻഡ് AI ഒരു ഏറ്റവും വലിയ കുഴപ്പത്തിന് ക്ലൈമറ്റ് ചേഞ്ചും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് AI പഠിക്കണം എന്നൊരാൾക്ക് ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത് ഇവിടെ. ആൻഡ് ദാറ്റ് AI ഗെറ്റ്സ് അപ്ഡേറ്റഡ് ക്വിക്ക്ലി. AI അപ്ഡേറ്റ് ആണ് വെരി 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 ഫാസ്റ്റ് ആയിട്ടാണ്. അത് ശരിയാണ്. നമ്മൾ ഒരു ടൂൾ ഉപയോഗിച്ച് ഒന്ന് പഠിച്ചു വരുമ്പോഴേക്കും അടുത്ത കാര്യം വന്നു കഴിയും. അപ്പൊ പിന്നെ അത് പഠിക്കാൻ പോയി. ഇത് പഴയതായി അല്ലേ? അപ്ഡേഷൻ പെട്ടെന്ന്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണം നമ്മള്. ഓക്കെ. എന്തായാലും രാജ്യത്ത് മുഴുവൻ അല്ലേ, നമ്മുടെ ഇന്ത്യ സാങ്കേതിക വിദ്യയിലൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എയുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു സാങ്കേതിക സംവിധാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് വരണം. അതല്ലേ റൗളിന്റെ ആഗ്രഹം? യെസ്, ഐ മീൻ India should not join the race, but India should create its own AI race. അതാണ്. Yes, correct. ഇങ്ങനെ കൂടെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? അതന്നെ നമ്മൾ തന്നെ സ്വന്തം പാത കണ്ടുപിടിച്ച് തനിച്ച് ഓടിപ്പിടിക്കണം. കറക്റ്റ്, അതാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോടുള്ള റൗളിന്റെ ഒരു ഉപദേശം അല്ലേ? ഒരു കാര്യം ചെയ്യ്, എനിക്ക് വേണ്ടിട്ടൊരു ഉപദേശം താ. ഞാൻ ഉപദേശം തരാന, ഐ മീൻ AI ഉപയോഗിക്കാറുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ChatGPT ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഐ മീൻ ChatGPT-ക്കാളും ഇപ്പൊ എഴുതുന്നേരത്ത് ക്ലോഡ് ഞാൻ പറഞ്ഞില്ല, ആ AI ടൂൾ ഉപയോഗിക്കാം. അതല്ലാതെ കുറെ AI ടൂൾസ് ഉണ്ട്. ബട്ട് പേഴ്സണലി ജസ്റ്റ് കീപ് അപ് ടു ഡേറ്റ്, ബിക്കോസ് ഒരു AI റിപ്പോർട്ടർ വന്ന് റീപ്ലേസ് ചെയ്യാൻ പാടില്ലല്ലോ, റൈറ്റ്? ബിക്കോസ് ഇപ്പം AI-ക്ക് തന്നെ എന്നെ ക്ലോൺ ചെയ്തിട്ട് എനിക്ക് വേണേ വീഡിയോസ് ഉണ്ടാക്കാം, എന്റെ ശബ്ദം, എന്റെ വഴി. സോ അത് ചെയ്യാൻ പാടില്ലല്ലോ. സോ യു ഷുഡ് ബി അപ് ടു ഡേറ്റ് വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് ഹൗ സമൺ ഷുഡ് നോട്ട് റീപ്ലേസ് യു. ഇത് ഞങ്ങൾ ഈ വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റുകളൊക്കെ പേടിച്ചിരിക്കുകയാണ്. കാരണം ആങ്കേഴ്സ് എന്താ പറയാ, റിയൽ ഹ്യൂമന് പകരം AI ക്രിയേറ്റഡ് ആങ്കേഴ്സ് വന്ന് വാർത്ത വായിക്കുന്നു, അവർ റിപ്പോർട്ട് ചെയ്യുന്നു, അവർ മറ്റു കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ജേർണലിസ്റ്റുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പം എൻ്റെ ഒരു പേടി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരുടെ പണി പോകുമെന്നുള്ളതാണ്. ഒരുപാട് പേരുടെ പണി കളഞ്ഞിട്ടുണ്ട്. കുറെ പേര് ഇനിയും പോകുന്നുണ്ട്, കുറെ പേരുടെ പണി പോകും. അവരെന്താ ചെയ്യേണ്ടത് ഇനിയും? ഐ മീൻ AI will not take your job, but someone using AI will take your job for the next 10 years. ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോ തന്നെ ആദ്യത്തെ കുറെ വർഷം കുറെ ജോലികൾ പോയി, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ ജോലികൾ കിട്ടി, റൈറ്റ്? അപ്പൊ നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറ്റുന്നത്ര AI ഉപയോഗിക്കുക, ബിക്കോസ് എന്തായാലും കുറെ ജോലികൾ പോകും. പക്ഷെ കുറച്ച് നാൾ കഴിയും ജോലികൾ പോയവര് AI പഠിക്കാൻ ഒരു പക്ഷെ അവർക്ക് പറ്റിയില്ലെന്ന് വരും. അപ്പൊ അവര് വേറെ പണിക്ക് പോകേണ്ടി വരില്ലേ? സൈബർ സെക്യൂരിറ്റി അങ്ങനെ കുറെ പേര് പണിയുണ്ട്. പക്ഷെ എന്ത് ചെയ്യുവാണെങ്കിലും AI കൂടെ എന്തായാലും പഠിച്ചിരിക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞു. ഇനിയും AI-യുടെ ഭാവി, അതുപോലെ തന്നെ റൗൾ ജോൺ അജു, അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇനി മുന്നിൽ കാണുന്ന സ്വപ്നങ്ങൾ. എന്തായാലും വളരെ നന്ദിയുണ്ട് റൗൾ ജോൺ അജു നമ്മോടൊപ്പം ചേർന്നതിന്, മൈഫിൻ ടിവിയോടൊപ്പം ചേർന്നതിന്. മൈഫിൻ മെഗാ ടോക്കിന്റെ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്, മൈഫിൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ചേട്ടാ. ഓക്കെ, അപ്പോ എല്ലാ ആശംസകളും നേരുന്നു. AI-ൽ ആരാവണം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? എന്തായിരുന്നു പറഞ്ഞ? അയ്യോ,
പുലിക്കുട്ടി. പുലിക്കുട്ടി അതല്ലേ Okay. ഏല് അപ്പൊ പുലിക്കുട്ടി. പുലിക്കുട്ടി Yes. രാഹുൽ ജോൺ. Life in Mega Talk with Fiji Thomas.